Hello friends, welcome to I Like Maths. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ക്ലാസ് 10 CBSE Mathematics Chapter 5 Arithmetic Progressions ആണ്. അതിന്റെ പാർട്ട് 1 വീഡിയോ ആണിത്. അതിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 5 Arithmetic Progression എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യുന്നത്. അതിനുശേഷം എക്സസൈസ് 5.1ത്തെ കുറച്ച് പ്രോബ്ലംസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, നൗ നാച്ചുറൽ പാറ്റേൺസ്. നാച്ചുറൽ പാറ്റേൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള പാറ്റേൺസ് നമുക്ക് കാണാൻ കഴിയും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഹോൾസ് ഇൻ എ ഹണി കോം, പെറ്റൽസ് ഇൻ എ ഫ്ലവർ, ദെൻ അറേഞ്ച്മെന്റ് ഓഫ് ഗ്രെയിൻസ് ഇൻ എ മെയ്സ് പോഡ്. ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും അല്ലെ, അറേഞ്ച്മെന്റിന്റെ ഒരു പാറ്റേൺ കാണാൻ പറ്റും. ഇനി ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് സീക്വൻസ് ഓഫ് നമ്പേഴ്സ് എടുത്താലും കാണാൻ പറ്റും. അതായത് സീക്വൻസസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 എന്താണ് ഈ സീക്വൻസ്? ഇറ്റ് ഈസ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. നമുക്ക് 7 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്പർ എന്താന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 8 9 10 ഇറ്റ് ഗോസ് ഓൺ അല്ലെ. സോ ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ പോകുന്ന ഒരു പാറ്റേൺ ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 3 5 7 9 എന്താണിത്? ദീസ് ആർ ഓഡ് നമ്പേഴ്സ് അല്ലെ. ഇവിടെയും 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ എന്താണ്? 11 13 അങ്ങനെ പോകും. ഇനി അടുത്തത് നോക്കിയേ 1 4 9 16 25 എന്താണിത്? ആക്ച്വലി ഇറ്റ് ഈസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ here we can write it as 1 square, 2 square, 3 square, 4 square, 5 square, and next number will be 6 square, that is 36. ഇങ്ങനെ നമുക്ക് നെക്സ്റ്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. അത് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്? ഇറ്റ് ഫോളോസ് സം റൂൾ അല്ലെ. ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ഒരു പെർട്ടിക്കുലർ റൂള് ഫോളോ ചെയ്തിട്ടാണ് ഈ ഒരു സീക്വൻസ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ 1 by 1, 1 by 2, 1 by 3, 1 by 4, 1 by 5, and what will be next? It will be 1 by 6, then 1 by 7. Okay, this is also a sequence. അപ്പൊ എന്താണ് ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ കാണാം. So sequences. A sequence is an arrangement of numbers in a definite order according to some rule. So sequence is an arrangement of numbers in a definite order according to some rule. ഏതെങ്കിലും ഒരു റൂൾ പ്രകാരം ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ എഴുതുന്ന ആ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത്. ദാറ്റ് ഈസ് 1 2 3 നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ദെൻ സ്ക്വയേഴ്സ് ഓഫ് നമ്പേഴ്സ്. അതല്ലെങ്കിൽ അങ്ങനത്തെ ഏത് റൂളും ഫോളോ ചെയ്ത് നമ്മളൊരു പെർട്ടിക്കുലർ സീക്വൻസിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസ് ഇൻ ദ സെൻസ് ഒരു പാറ്റേണിൽ എഴുതുന്ന നമ്പേഴ്സിനെയാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കൺസിഡർ ദി ഫോളോയിങ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ്. 1 2 3 4 ഇത് നമ്മൾ നേരത്തെ കണ്ട സീക്വൻസ് തന്നെയാണ്. എന്തിന്റെയാണ്? ദീസ് ആർ നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ 1 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ്? ആക്ച്വലി ഇങ്ങനത്തെ ഒരു സീക്വൻസ് എഴുതുന്ന സമയത്ത് ഇതിലത്തെ ഓരോ നമ്പറിനെയും പറയുന്നതാണ് എ ടേം. ഇറ്റ് ഈസ് കോൾഡ് എ ടേം. ഓക്കെ, ടേം എന്നാണ് ഒരു പെർട്ടിക്കുലർ നമ്പറിനെ പറയുന്നത്. നെക്സ്റ്റ് നമ്പറിനെ ടേം, ഇങ്ങനെ ഓരോ നമ്പേഴ്സിനെയും ടേം എന്നാണ് പറയുന്നത്. സോ എ സീക്വൻസ് വിൽ ഹാവ് എ നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്പർ 1 ആണ്. ഈ 1ന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് ഇവിടെ 2 കിട്ടുന്നത്? ഇറ്റ് ഈസ് +1 ആണ് അല്ലെ. ഇനി ഈ 2ന്ന് 3 ആവാനും ഇറ്റ് ഈസ് +1, ദെൻ 3 to 4 ഇറ്റ് ഈസ് +1. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോ നമ്പേഴ്സും ഓരോ ടേമിനും നെക്സ്റ്റ് ടേമിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന ഒരു ഫിക്സഡ് നമ്പർ ആണ്. ഓക്കെ, ആൻഡ് 4ന്ന് നമ്മൾ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 5. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം ഇവിടെ വന്നിട്ടുള്ള ആ ഒരു കോമൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഈസ് 1. Say we can write, we can denote it as D, that is a common difference, D equal to 1. Okay, now next is 100
70, 40, 10. Let us see what is happening here. 100 in 70 ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? -30 ചെയ്യണം അല്ലേ? So 100 minus 30 is 70. Now 70 to 40, what is that? -30. 70 minus 30 is 40. Now 40 minus 30 എന്താണ്? It is 10. ഇനി next number എന്തായിരിക്കും? 10 minus 30 എന്തായിരിക്കും? -20 ആയിരിക്കും നെക്സ്റ്റ് നമ്പർ അല്ലെ? അപ്പൊ ഇവിടെ വരുന്ന ഒരു കോമൺ ഡിഫറൻസ് എന്താണ്? ബിറ്റ്വീൻ ദ ടേംസ്, ബിറ്റ്വീൻ ദി കോൺസിക്യൂട്ടീവ് ടേംസ്, ദ ഡിഫറൻസ് ഈസ് -30. So here common difference D is -30. Now next sequence, that is -3 to -1. What we can add? It is +1 add ചെയ്ത് കഴിഞ്ഞാൽ -3 plus 1 is -2 അല്ലെ? Then again -2 plus 1 is -1. Then -1 plus 1 is 0. Then 0 plus 1 is 1. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള കോമൺ ഡിഫറൻസ് എന്താണ്? ബിറ്റ്വീൻ ദ ടേംസ് ഇറ്റ് ഈസ് D equal to 1 ആണ്. ഇനി നെക്സ്റ്റ് ഒരു സീക്വൻസും കൂടെ കാണാം. 3 3. ഇവിടെ എന്താണ് ഡിഫറൻസ് വന്നിട്ടുള്ളത്? 3 plus 0 ആണ് നമ്മളുടെ 3 അല്ലേ? So 3 plus 0 is again 3. Then 3 plus 0 is 3. Then next term എന്തായിരിക്കും? It will be 3, right? Plus 0 is 3. So what is the common difference here? It is 0. So നമ്മള് 4 സീക്വൻസ് ആണ് ഇവിടെ കണ്ടത്. ഇനിയുണ്ട് ഒരു സീക്വൻസും കൂടി പറയാം. That is -1.0 to 1.5. എന്താണ് ഇവിടെ ആഡ് ചെയ്യുക? That is -0.5 add ചെയ്ത് കഴിഞ്ഞാൽ we will get -1.5. ഇനി ഇവിടുന്ന് -2.0 ആവണമെങ്കിലോ again 0.5 ആണ്, -0.5 ആണ്. Then you will get -0.5. നെക്സ്റ്റ് നമ്പർ എന്തായിരിക്കും? -0.5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്പർ എന്താണ് കിട്ടുന്നത്? It will be -3.0 ആയിരിക്കും അല്ലെ? So here common difference is -0.5. Okay, so നമുക്ക് ഇങ്ങനെ വരുന്ന, അതായത് സീക്വൻസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ സീക്വൻസുകളിൽ ഇങ്ങനെ ഒരേ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുന്നത് മാത്രമായിരുന്നില്ല. നമുക്കൊന്നും കൂടി അത് റീവിസിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ തന്നിട്ടുള്ള എല്ലാ സീക്വൻസുകളിലും എന്താണ് സംഭവിച്ചത്? കോമൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് ഈസ് സെയിം അല്ലെ? കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസ് എടുത്തു കഴിഞ്ഞാൽ, കോൺസിക്യൂട്ടീവ് ഇൻ ദ സെൻസ് അടുത്തടുത്തുള്ള ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ദി കോമൺ ഡിഫറൻസ് ഈസ് സെയിം. അത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് ഈസ് സെയിം ബിറ്റ്വീൻ ദി ടേംസ് അല്ലെ? ഇങ്ങനത്തെ സീക്വൻസസിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമുക്ക് പ്രീവിയസ് സ്ലൈഡ് ഒന്നും കൂടി കാണാം. ദാറ്റ് ഈസ് സീക്വൻസസ് എഴുതിയത്. ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് സീക്വൻസ് നോക്കിയേ. ഇറ്റ് ഈസ് 1 2 3 4 5. ഇതിപ്പോ നമ്മൾ കണ്ടതാണ്. ഇവിടെ നമുക്ക് ഡി എന്താണ്? ഇറ്റ് ഈസ് 1 ആണ്. ആൻഡ് സെക്കൻഡ് കേസ് ഇറ്റ് ഈസ് ഓഡ് നമ്പേഴ്സ് അല്ലെ? ഈ ഓഡ് നമ്പറിന്റെ കേസിലും ഇവിടെ എന്താണ്? 1 plus 2 ആണ് 3, 2 plus 2 ആണ് 3 plus 2 ആണ് 5, 5 plus 2 ആണ്. So here D is 2. ഇനി ഈ ഒരു കേസ് നോക്കിയേ. 1 to 4 എന്താണ് ഇവിടുത്തെ ഇതിന്റെ ഇടയിലത്തെ കോമൺ ഡിഫറൻസ് എന്താണ്? ഇറ്റ് ഈസ് 3 ആണ് അല്ലെ? ഇനി ഇവിടെ നോക്കിയേ. 4 plus 5 ആണ് ഇവിടെ. 4 plus 5 ആണ് 9. സോ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്ന ഒരു കോമൺ ആണോ, അതായത് സെയിം ആണോ ഡിഫറൻസ് വരുന്നത്? സെയിം അല്ല അല്ലെ? ആദ്യം 3 ആയിരുന്നു, പിന്നെ 4 plus 5 ആണ് 9. ഇനി 9 plus 7 ആയിരിക്കും 16. സോ ഈ ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം അല്ല. സോ ദിസ് ഇസ്, നമുക്ക് ആ ഡി എന്ന് പറയുന്ന ഒരു കോമൺ ഡിഫറൻസ് ഈ കേസിൽ ഇല്ല. ഇനി ലാസ്റ്റ് സീക്വൻസ് ഒന്ന് എടുത്തു നോക്കാം. ഇതിന്റെ ഡിഫറൻസ് നിങ്ങൾ എടുത്തു നോക്കിക്കോ. ഇതിന്റെ ഓരോ ടേംസിന്റെ ഇടയിലത്തെ ഡിഫറൻസ് സെയിം അല്ല. സോ അതൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ എല്ലാവരും. സോ ഈ കേസിലും നമുക്കൊരു കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ പറയാൻ പറ്റില്ല. സോ ഈ തന്നിരിക്കുന്ന 4 സീക്വൻസസുകളിൽ ആദ്യത്തെ 2 എണ്ണം മാത്രമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ടുള്ളത്. എല്ലാം സീക്വൻസസ് ആണ്, പക്ഷെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല.
ഓക്കെ, ഫസ്റ്റ് രണ്ട് കേസ് മാത്രമേ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ടേംസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും രണ്ട് ടേംസ് തമ്മിലുള്ള, അടുത്തടുത്തുള്ള രണ്ട് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ 4 സീക്വൻസ് തന്നതിൽ ആദ്യത്തെ 2 എണ്ണം മാത്രമാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എല്ലാ സീക്വൻസസും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല, പക്ഷെ എല്ലാ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസും സീക്വൻസസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കുറച്ച് ടേംസ്, അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് കാണാം. 3 ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്: ടേം, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് കോമൺ ഡിഫറൻസ്. സോ ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച് ഓഫ് ദ നമ്പേഴ്സ് ഇൻ ദ ലിസ്റ്റ് ഈസ് കോൾഡ് എ ടേം. നമുക്കൊരു സീക്വൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക, അതിന് നമുക്ക് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിലത്തെ ഈച്ച് നമ്പറിനെയാണ് നമ്മൾ ടേം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് ടേം? ഈ 10 എന്ന് പറയുന്നത് ഒരു ടേം ആണ്, അതുപോലെ 20 എന്ന് പറയുന്നത് ഒരു ടേം ആണ്. ഇങ്ങനെ ഓരോ നമ്പേഴ്സിനും നമ്മൾ ടേം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. An arithmetic progression is a list of numbers in which each term is obtained by adding a fixed number to the preceding term except the first term. ഒന്നും കൂടി വായിക്കാം. An arithmetic progression is a list of numbers. A list of numbers ആണ് in which each term is obtained by adding a fixed number to the preceding term except the first term. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഓരോ ടേംസും കിട്ടുന്നത്? ഇപ്പൊ ഫസ്റ്റ് ടേം ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും കിട്ടുന്നത് പ്രിസീഡിങ് ടേമിനോട് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണെന്നാണ് ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത്. നമ്മൾ കണ്ടതാണത്. സ്റ്റിൽ നമുക്ക് പറയാം, ഈ ഫസ്റ്റ് ടേം ഒഴിവാക്കിയ ഈ സെക്കൻഡ് ടേം -12 നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഈ -10ന്റെ കൂടെ നമ്മൾ ഒരു -2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -12 കിട്ടും. അഗെയിൻ ദാറ്റ് ഫിക്സഡ് നമ്പർ -2, ഈ -2 ആണ് നമ്മുടെ കേസിൽ കോമൺ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു -2നെ നമ്മൾ -12 കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് -14. ഇനി -14ലെ അഗെയിൻ ഇഫ് വി ആഡ് -2 we will get -16 അല്ലെ? സോ നമ്മളുടെ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് -2 ആണ്. അപ്പൊ നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻ വിച്ച് ഈച്ച് ടേം ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ആഡിങ് എ ഫിക്സഡ് നമ്പർ ടു ദി പ്രിസീഡിംഗ് ടേം എക്സെപ്റ്റ് ദി ഫസ്റ്റ് ടേം. ഓക്കെ, നൗ third definition, common difference. This fixed number is called the common difference D of the AP. It can be positive, negative or 0. ഓക്കെ, അപ്പൊ ഡിയുടെ വാല്യൂ എന്തൊക്കെയാവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് സ്ലൈഡിലേക്ക് ഒന്നും കൂടി വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് 5 സീക്വൻസസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതില് ഡിയുടെ വാല്യൂസ് നോക്കിയേ, പോസിറ്റീവ് ആണ്. 1 എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആണ്. ആൻഡ് മൈനസ് വാല്യൂ വന്നിട്ടുണ്ട്. -30 എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. ഇനി 0 എന്ന് പറഞ്ഞ വാല്യൂ വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഡിയുടെ വാല്യൂ അനുസരിച്ച് നമ്മളുടെ സീക്വൻസിന്റെ നേച്ചറും സീക്വൻസ് ഓർ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ നേച്ചറും ഡിഫറെന്റ് ആയിരിക്കും. ഡി പോസിറ്റീവ് ആവുന്ന കേസിൽ നമ്മളുടെ സീക്വൻസ് ഓഫ് നമ്പേഴ്സിന് എന്ത് സംഭവിക്കും? അത് ഇൻക്രീസിങ് ആയിട്ട് വരും അല്ലെ? യൂണിഫോംലി ഇൻക്രീസിങ് ആയിരിക്കും. ഡി നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ യൂണിഫോംലി ഡിക്രീസിങ് ആയിരിക്കും. അതായത് ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ എഴുതുന്ന പോലെ ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിൽ അസെൻഡിങ് ഓർഡറിൽ എഴുതുന്ന പോലെ ആയിരിക്കും. ഓക്കെ, ഇനി 0 ആണെങ്കിലോ കോൺസ്റ്റന്റ് ടേംസ് ആയിരിക്കും. എല്ലാ ടേംസും സെയിം ആയിരിക്കും. സോ ഓൾ ദി ടേംസ് വിൽ ബി ഈക്വൽ. ഓക്കെ, അപ്പൊ കോമൺ ഡിഫറൻസിന് എന്തൊക്കെ വാല്യൂസ് ആവാം? പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എൻ AP? അപ്പൊ ജനറൽ ഫോം ഓഫ് എൻ APനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഈവൺ നമ്പേഴ്സ് എഴുതി നോക്കാം. ദാറ്റ് ഈസ് 2, 4, 6, 8, 10. ഇതാണ് നമ്മളുടെ ഈവൺ നമ്പേഴ്സ് അല്ലെ? ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഈസ് 2.
Okay, ഈ ഫസ്റ്റ് ടേം ഇതാണ് ഫസ്റ്റ് ടേം 2. Then ആ ഫസ്റ്റ് ടേമിന്റെ കൂടെ നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ് ഹിയർ ഈസ് 2 ആണ് അല്ലെ. ഈ 2നെ പ്ലസ് d ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. അഗെയിൻ ഇഫ് യു ആഡ് ദിസ് കോമൺ ഡിഫറൻസ് d ഈക്വൽ ടു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ഇങ്ങനെ നമുക്ക് ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് കൺസിഡർ ചെയ്യാം, ലെറ്റ് ഫസ്റ്റ് ടേം ഈക്വൽ ടു a എന്ന് വിചാരിക്കാം. ഓക്കെ, ആൻഡ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു d ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ജനറൽ ഫോം ഓഫ് എൻ AP എഴുതാൻ പറ്റും? ഫസ്റ്റ് ടേം എഴുതി, ഇറ്റ് ഈസ് a. ഇനി നെക്സ്റ്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? We can add the common difference d to the first term to get the second term. അല്ലെ, സെക്കൻഡ് ടേം കിട്ടാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം പ്ലസ് നമ്മളുടെ കോമൺ ഡിഫറൻസ് ആണ് എന്ത്? നമ്മളുടെ സെക്കൻഡ് ടേം. ഇനി തേർഡ് ടേം എങ്ങനെ കണ്ടുപിടിക്കാം? അഗെയിൻ പ്രിസീഡിങ് ടേം, ഈ 4ന്റെ കൂടെ നമ്മൾ d ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് തേർഡ് ടേം കിട്ടുന്നത് അല്ലെ. സോ വി ക്യാൻ ആഡ് d to this term to get the third term. അതെങ്ങനെ കിട്ടും? ഫസ്റ്റ് ടേം കാണിക്കുകയാണെങ്കിൽ ദിസ് ഇസ് പ്ലസ് d ആണ്, നമുക്ക് a പ്ലസ് d കിട്ടി. നൗ ദിസ് ടേമിൽ നിന്ന് നമുക്ക് പ്ലസ് d ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ടേം കിട്ടും അല്ലെ. സോ വാട്ട് ഈസ് ദിസ് ടേം? a പ്ലസ് d പ്ലസ് d ആണ് അല്ലെ. a പ്ലസ് d പ്ലസ് d എന്ന് പറഞ്ഞാൽ 2d ആയില്ലേ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2d. ഓക്കെ, നൗ തേർഡ് ടേം എന്താണ്? അഗെയിൻ വി ക്യാൻ ആഡ് പ്ലസ് d to this. We will get a plus 2 plus 1, that is 3d. Okay, then a plus 4d ഇങ്ങനെ പോകും അല്ലെ. അപ്പൊ ഇവിടെ നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? This is our first term. If you write it as a1, this as a2, this is a3, a4, this is a5, etc. ലാസ്റ്റ് ടേം നമ്മൾ ഏതാണ്? an എഴുതാന്ന് വിചാരിച്ചു. അപ്പൊ വാട്ട് വിൽ ബി an? എന്തായിരിക്കും an എന്ന് പറഞ്ഞ ടേം? ഇവിടെ നോക്കിയേ, a5 എന്ന് പറഞ്ഞ എന്താണ്? 5ന്ന് 1 കുറഞ്ഞിട്ടാണ് 4 വന്നിരിക്കുന്നത്. 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1 കുറഞ്ഞിട്ടാണ് 3d എന്ന് വന്നിരിക്കുന്നത്. a3 ആവുമ്പോ എന്താണ്? 2d ആണ് വന്നിരിക്കുന്നത്. അപ്പൊ an ആവുമ്പോ ലാസ്റ്റ് ടേം എന്തായിരിക്കും? a പ്ലസ് n-ന്ന് 1 കുറവായിരിക്കും അല്ലെ. ദാറ്റ് ഈസ് n minus 1 ആയിരിക്കും. n minus 1 into d ആയിരിക്കും. So this is the generic form of an AP. That is a plus d, a plus 2d, a plus 3d, etc. a plus n minus 1 d. Okay. Now, what is a finite AP? എന്താണ് finite എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? It's limited number of അല്ലെങ്കിൽ countable number of terms. Okay, അപ്പൊ ഒരു AP എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്ര നേരം നാച്ചുറൽ നമ്പേഴ്സ് എഴുതി, എൻഡ്ലെസ് ആയിട്ട് എഴുതി അല്ലെ. ഇപ്പൊ നമ്മള് 1 2 3 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇട്ടിട്ട് കാണിക്കുന്ന എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിനിറ്റ് ആണ് അല്ലെ. പക്ഷെ ഒരു ഫൈനൈറ്റ് AP എന്ന് പറയുമ്പോൾ ആ ടേംസ് എന്ന് പറയുന്നത് എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ first 5 natural numbers. First 5 natural numbers എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4 5 എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. സോ ഇവിടെ നമുക്ക് എന്താണ്? എല്ലാ ടേംസും നോൺ ആണ്. പെർട്ടിക്കുലർലി ദി ലാസ്റ്റ് ടേം ഈസ് നോൺ ടു us അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷനെയാണ് നമ്മൾ ഫൈനൈറ്റ് AP എന്ന് പറയുന്നത്. അനദർ എക്സാമ്പിൾ ഈസ് ഫസ്റ്റ് 5 തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കാം. ഇവിടെ ഫസ്റ്റ് 5 മൾട്ടിപ്പിൾസ് ഓഫ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10, that is 1 into 10, then 2 into 10, 3 into 10, 4 into 10 and 5 into 10
അല്ലെ? അപ്പൊ അവിടെ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് അല്ലെങ്കിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് ടേംസ് ആണ് ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വന്നിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 10 അല്ലെ? അപ്പൊ ദിസ് ഇസ് എൻ എ പി. അപ്പൊ ഇത് ഒരു എക്സാമ്പിൾ ഫോർ ഫൈനൈറ്റ് എ പി ആണ്. ഓക്കെ, അപ്പൊ ഈ എൻഡ്ലെസ് ആയിട്ട് വരുന്ന ഇൻഫിനിറ്റ് ടേംസ് വരുന്ന എ പിന് നമുക്ക് എന്തായിരിക്കും ടേം വരിക? ഇതിന്റെ പേര് ഫൈനൈറ്റ് എ പി എന്നാണെങ്കിൽ എന്തായിരിക്കും ഇത്? ഇൻഫിനിറ്റ് എ പി ആയിരിക്കും അല്ലെ? ദിസ് ഇസ് ഇൻഫിനിറ്റ് എ പി. അപ്പൊ എന്താണ് ഈ ഫൈനൈറ്റ് എ പിയും ഇൻഫിനിറ്റ് എ പിയും തമ്മിലുള്ള ഡിഫറൻസ്? ഫൈനൈറ്റ് എ പിയിലെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് അറിയാൻ കഴിയും. ലാസ്റ്റ് ടേം വിൽ ബി നോൺ ടു us. ഇൻ ഇൻഫിനിറ്റ് എ പി ദി നമ്പർ ഓഫ് ടേംസ് വിൽ ബി ഇൻഫിനിറ്റ് ആൻഡ് ലാസ്റ്റ് ടേം വിൽ നോട്ട് ബി നോൺ ടു us. അത് അറിയാൻ കഴിയില്ല. ഓക്കെ, നമുക്ക് ഡെഫിനിഷൻസ് കാണാം. ജനറൽ ഫോം ഓഫ് എൻ എ പി, ഫൈനൈറ്റ് എ പി ആൻഡ് ഇൻഫിനിറ്റ് എ പി. ഓക്കെ, സോ a plus d, a plus 2d, a plus 3d, etc. represents an arithmetic progression where a is the first term and d is the common difference. അതായത് നമുക്ക് a എന്ന് പറയുന്ന ഫസ്റ്റ് ടേമും d എന്ന് പറയുന്ന കോമൺ ഡിഫറൻസും ആണ് എങ്കിൽ we can represent the AP as a plus d, a plus 2d, a plus 3d, etc. And we defined one more nth term, that is a plus n minus 1 into d. Okay, now what is finite AP? Definition is AP with a finite number of terms is called a finite AP. Finite number of terms ഉള്ള arithmetic progression ആണ് നമ്മൾ finite AP എന്ന് പറയുന്നത്. Finite APs have a last term. Example എന്താണ്? List of 5 first 5 natural numbers. Now infinite AP. If the terms in an AP is not finite, they are called infinite arithmetic progressions. Such APs do not have a last term. Arithmetic progression infinite ആണ് എങ്കിൽ ലാസ്റ്റ് ടേം ഉണ്ടാവില്ല. പകരം നമ്മൾ കുറച്ച് ഡോട്ട്സ് ഇട്ടിട്ട് അത് ഇൻഫിനിറ്റ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ ലിസ്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, നോ മിനിമം ഇൻഫോർമേഷൻ ടു ലിസ്റ്റ് എൻ എ പി. നമ്മളിപ്പോ ജനറിക് ഫോം പഠിച്ചു. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേം എയും കോമൺ ഡിഫറൻസ് ബിയും ഉണ്ടെങ്കിൽ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എഴുതണമെങ്കിൽ വാട്ട് ആർ ദ മിനിമം ഇൻഫോർമേഷൻ റിക്വയർഡ്? എന്തൊക്കെ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും? നമ്മളുടെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള എയും അറിയാം, ആൻഡ് നെക്സ്റ്റ് പറയുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ബിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ലിസ്റ്റ് ചെയ്യാം? നമ്മുടെ ജനറിക് ഫോം എന്താണ്? ഫസ്റ്റ് ടേം എ, സെക്കൻഡ് ടേം എ പ്ലസ് ഡി ആൻഡ് തേർഡ് ടേം എ പ്ലസ് 2d ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് പറയാം ടേംസിനെ നമുക്ക് എങ്ങനെ എഴുതാം? A1 എന്ന് എഴുതി, സെക്കൻഡ് ടേം A2, തേർഡ് ടേം A3, ഫോർത്ത് ടേം A4 ഇങ്ങനെ പോകും അല്ലെ? ഇതിലത്തെ ഫസ്റ്റ് ടേം എന്താണ്? A1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ ഫസ്റ്റ് ടേം A. ഇനി സെക്കൻഡ് ടേം A2 എന്താണ്? ദാറ്റ് ഈസ് ഐദർ A പ്ലസ് ഡി ആണ് ഓർ ഇറ്റ് ഈസ് A1 പ്ലസ് ഡി ആണ്. അതായത് പ്രീവിയസ് ടേം A1 ഈസ് ദി പ്രീവിയസ് ടേം പ്ലസ് ഡി ആണ്. ഇനി A3 എന്ന് പറഞ്ഞ എന്താണ്? ഐദർ ഇറ്റ് ഈസ് A പ്ലസ് 2d or it is equal to previous term A2 plus the common difference D. ഇങ്ങനെയും എഴുതാം. A4 എന്താണ്? A plus 3d or it is previous term A3 plus D. ഓക്കെ, അപ്പൊ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എയും ഡിയും അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ രണ്ട് തരത്തിൽ ലിസ്റ്റ് ചെയ്യാം. ഒന്ന് എ പ്ലസ് ഡി, എ പ്ലസ് 2d അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ A1 A ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രീവിയസ് ടേം പ്ലസ് ഡി, ദെൻ അഗെയിൻ പ്രീവിയസ് ടേം പ്ലസ് ഡി അങ്ങനെ എഴുതിയിട്ടും അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാം. ഓക്കെ, സോ മിനിമം ഇൻഫോർമേഷൻ ടു ലിസ്റ്റ് എൻ AP.
നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ആണ്. ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എ എന്ന് പറയുന്നത് 6ഉം കോമൺ ഡിഫറൻസ് d -3 ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാം? നമ്മളുടെ ഫസ്റ്റ് ടേം ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? a1 എന്ന് പറയുന്നത് എന്താണ്? a1 is first term represented by a1 equal to a, that is 6. Second term നമുക്ക് എങ്ങനെ എഴുതാം? a2 equal to a plus d ആണ്, that is first term plus common difference, that is 6 plus -3, that is nothing but 6 minus 3 is 3. Third term എങ്ങനെ എഴുതാം? a3 ഒന്നില്ലെങ്കിൽ നമുക്ക് a plus 2d എന്ന് എഴുതാം. എന്താണ് a plus 2d? 6 plus 2 into -3, that is 6 minus 6 equal to 0 എന്ന് എഴുതാം. അതല്ലെങ്കിൽ സെയിം തിങ് നമുക്ക് എങ്ങനെ എഴുതാം? a3 equal to a2 plus b എന്ന് എഴുതാം. What is a2? It is 3 then plus -3, that is 3 minus 3 is 0. അപ്പോൾ നമുക്ക് ഫിക്സഡ് നമ്പർ ഓഫ് വാല്യൂസ് കിട്ടുമ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഒരു മെത്തേഡ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അതായത് പ്രീവിയസ് ടേം പ്ലസ് ഡി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുക. ഓക്കെ, നൗ വാട്ട് ഈസ് a4? a4 ഈക്വൽ ടു നമുക്ക് എഴുതാം a3 പ്ലസ് ഡി എന്ന് എഴുതാം. വാട്ട് ഈസ് a3? ഇറ്റ് ഈസ് 0 മൈനസ് പ്ലസ് മൈനസിന് നമുക്ക് ഡയറക്റ്റ് മൈനസും എഴുതാം. ഓക്കെ, സോ 0 minus 3 is -3. Now what is the AP? Therefore AP എന്ന് പറയുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ഷോർട്ട് ഫോം ആണ്. AP is first term 6, second term 3, third term 0, then -3 and so on. So നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതാൻ കഴിയും. ഓക്കെ, now steps to identify an AP. അതായത് നമുക്കൊരു സീരീസ് അല്ലെങ്കിൽ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് നമ്മൾ എങ്ങനെ വെരിഫൈ ചെയ്യും? നമുക്കറിയാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരുന്നത് എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ? ഇൻ an arithmetic progression each term is obtained by adding a common difference to the preceding term except the first term. അല്ലെ, അപ്പൊ ഫസ്റ്റ് ടൈമിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീടുള്ള ഓരോ ടേംസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തിട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 10 ആവാൻ എത്രയാണ്? അപ്പൊ അങ്ങനെ നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ലത് നമുക്ക് ഈ ഫസ്റ്റ് ടേമിനെ a1 എന്ന് വിചാരിക്കാം, സെക്കൻഡ് ടേം ഈസ് a2, തേർഡ് ടേം ഈസ് a3, ദെൻ ഫോർത്ത് ടേം a4 എന്ന് വിചാരിക്കാം. ഓക്കെ, സോ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ കോമൺ ഡിഫറൻസസ് എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് a2 മൈനസ് a1. എപ്പോഴും കോമൺ ഡിഫറൻസ് കാണുന്ന സമയത്ത് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് എടുക്കേണ്ടത്. എന്താണ് പറഞ്ഞത്? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ആണ് എടുത്തിട്ട് ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ വാല്യൂ ഫസ്റ്റ് നമ്പറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടുക. ഓക്കെ, സോ a2 മൈനസ് a1, ഹിയർ ഇറ്റ് ഈസ് 10 മൈനസ് 4, സോ ദാറ്റ് ഈസ് 6. നൗ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് ടേംസ് എടുക്കാം. ദാറ്റ് ഈസ് a3 മൈനസ് a2, ദാറ്റ് ഈസ് 16 മൈനസ് 10, ദാറ്റ് ഈസ് 6. അഗെയിൻ third set of consecutive numbers എന്താണ്? a4 minus a3. എന്താണ് a4 minus a3? That is 22 minus 16. ഇവിടെ എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്? Again 6 ആണ്. So in our case all these difference between consecutive terms is same. That is it has the given sequence has a common difference 6. അല്ലേ? Since difference of any two consecutive terms is 6, given list is an AP. Okay, സോ ഇങ്ങനെയാണ് നമ്മൾ ഒരു സീക്വൻസ് തന്നിട്ടുണ്ടെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് 2 സെറ്റ് ഓഫ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എടുത്തിട്ട് നിർത്തരുത്. തന്നിരിക്കുന്ന എല്ലാ വാല്യൂസും എടുത്ത് ചെക്ക് ചെയ്തിട്ട് വേണം
കൺക്ലൂഡ് ചെയ്യാൻ ദാറ്റ് ഇറ്റ് ഈസ് എൻ AP. ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് രണ്ട് സെറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം A4 - A3 ചെയ്തില്ല എന്ന് വിചാരിക്കാം. ഇൻ കേസ് A4 - A3 സെയിം ആയില്ല എങ്കിൽ നമുക്ക് ഇത് AP ആവില്ല. ഓക്കെ, സോ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ എല്ലാ നമ്പേഴ്സിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എക്സസൈസ് 5.1 പോവാം. അതിലത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻസ് ഡസ് ദി ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ? അപ്പൊ നമുക്ക് ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സിറ്റുവേഷനിൽ നിന്ന് വരുന്ന നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. The taxi fare after each kilometer when the fare is ₹15 for the first kilometer and ₹8 for each additional kilometer. ഓക്കെ, ഇപ്പൊ നമ്മളുടെ എന്താ പറയാ ഡെയിലി ലൈഫിലുള്ള ഒരു സിറ്റുവേഷൻ ആണ് തന്നിരിക്കുന്നത്. നമ്മള് ടാക്സി അല്ലെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തും ഹയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫിക്സഡ് ഫസ്റ്റ് ഒരു സെറ്റ് ഓഫ് കിലോമീറ്റേഴ്സിന് ഒരു റേറ്റ് ആയിരിക്കും, പിന്നെ അതിന് ശേഷം അഡീഷണൽ കിലോമീറ്റേഴ്സിന് വേറൊരു ചാർജ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന കേസിൽ നമുക്ക് ഓരോ കിലോമീറ്ററിനും വരുന്ന ചാർജ് എന്ന് പറയുന്നത് AP ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്ക് എഴുതി നോക്കാം. സോ ഹിയർ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 ഫോർ ദി ഫസ്റ്റ് കിലോമീറ്റർ. അപ്പൊ ₹15 ആണ് ഫസ്റ്റ് കിലോമീറ്റർ പോവാനായിട്ട്. അപ്പൊ ഒരു കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ റേറ്റ് എത്രയായിരിക്കും? 15 ആയിരിക്കും അല്ലെ. സോ ടാക്സി ഫെയർ ഫോർ ഫസ്റ്റ് കിലോമീറ്റർ ഈക്വൽ ടു ₹15. നമുക്ക് വെറുതെ 15 എഴുതിയാലും മതി. ഓക്കെ, 15 ആണ്. ഇനി നെക്സ്റ്റ് 2 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടാക്സി ഫെയർ ഫോർ 2 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും? ഈ ₹15 പ്ലസ് ഫസ്റ്റ് കിലോമീറ്ററിന് ₹15 പ്ലസ് അഡീഷണൽ കിലോമീറ്ററിന്റെ ചാർജ് എത്രയാണ്? 8 ആണ് അല്ലെ. സോ 15 പ്ലസ് 8 ഈസ് ₹23 ആണ് നമുക്ക് ചാർജ് വരുന്നത്. ഓക്കെ, ₹23. നൗ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, 3 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ടാക്സി ഫെയർ ഫോർ 3 കിലോമീറ്റേഴ്സ് എത്രയാണ് വരിക? നമുക്ക് 2 കിലോമീറ്റേഴ്സ് പോയപ്പോ 23 ആയിരുന്നു, പ്ലസ് അഡീഷണൽ 1 കിലോമീറ്റർ, സോ ഇറ്റ് ഈസ് 8 അല്ലെ. സോ ഇറ്റ് ഈസ് ₹31. ഇനി ടാക്സി ഫെയർ ഫോർ 4 കിലോമീറ്റേഴ്സ് എത്രയാണ് വരിക? 4 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കിലോമീറ്റേഴ്സ് പോവാൻ എടുത്ത ചാർജ് 31 പ്ലസ് അഡീഷണൽ കിലോമീറ്റർ 8, ദാറ്റ് ഈസ് ₹39. സോ ഈ എല്ലാ കേസിലും നമുക്കറിയാം ഓരോ കിലോമീറ്ററും കൂടുതൽ ട്രാവൽ ചെയ്യാനായിട്ട് നമ്മളൊരു ഫിക്സഡ് ചാർജ് ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഫോംസ് എൻ AP അല്ലെ. സോ നമുക്ക് എഴുതാം. നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇത് ഈ ഒരു സിറ്റുവേഷനിൽ വരുന്ന ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് AP ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. So we can conclude, hence the list 15, 23, 31, 39 forms an AP because each term is 8 more than the preceding term. Question 2. The amount of air present in a cylinder when a vacuum pump removes 1/4 of the air remaining in the cylinder at a time. സോ ഇവിടെ എന്താണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്? ദി എമൗണ്ട് ഓഫ് എയർ പ്രസന്റ് ഇൻ എ സിലിണ്ടർ ആണ് നമുക്ക് ലിസ്റ്റ് ചെയ്യേണ്ടത്. ഇനി എന്താണ് ഒരു പ്രോസസ് നടക്കുന്നത്? ഒരു വാക്യൂം പമ്പ് ഉണ്ട്, അത് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് റിമൂവ്സ് 1/4 ഓഫ് ദി എയർ റിമൈനിങ് ഇൻ ദ സിലിണ്ടർ അറ്റ് എ ടൈം. അതായത് വാക്യൂം പമ്പ് വെച്ചിട്ട് പമ്പ് ചെയ്യുമ്പോൾ 1/4 ഓഫ് ദി എയർ റിമൈനിങ് ഇൻ ദി സിലിണ്ടർ അത് പമ്പ് ചെയ്ത് റിമൂവ് ചെയ്യും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ആ സിലിണ്ടറിൽ റിമെയിൻ ചെയ്യണത്. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര എമൗണ്ട് ഓഫ് എയർ എന്ന് പറയുന്നത് എത്രയാണെന്നുള്ളത് തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് അസ്യൂം ചെയ്യാം, എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ലെറ്റ് us write let
amount of air in the cylinder initially be x liters. Okay, അപ്പൊ x ആണ് നമുക്ക് ഇനീഷ്യലി ഉള്ള എയറിന്റെ എമൗണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിന് എത്രയാണ് വാക്വം പമ്പ് റിമൂവ് ചെയ്യാം? 1/4 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഒരു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ടോട്ടൽ 1 ആണ്, അതിന്റെ 1/4 എന്ന് പറയുന്ന എയർ ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിലിണ്ടറിൽ റിമൈനിങ് എമൗണ്ട് എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 3/4 ആണ് അല്ലെ. അപ്പൊ എക്സ് ആണ് നമ്മളുടെ ടോട്ടൽ എമൗണ്ട് ഓഫ് എയർ എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1/4 എക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൈനിങ് എയർ എന്തായിരിക്കും? 3/4 ഓഫ് എക്സ് ആണ്. അതായത് എത്ര എയർ ഉണ്ടോ ആ എയറിന്റെ 3/4 ആയിരിക്കും നമുക്ക് ഓരോ തവണ വാക്വം പമ്പ് വെച്ച് പമ്പ് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്നത്. ഈ എക്സ് എന്ന് പറയുന്നത് വാരി ചെയ്യും. ബിക്കോസ് ആ സമയത്ത് വാക്വം പമ്പ് വെച്ച് പമ്പ് ചെയ്യുന്ന സമയത്ത് എത്ര എയർ ആണോ ഉണ്ടായിരുന്നത് അതിന്റെ 3/4 ആയിരിക്കും നമ്മൾക്ക് റിമെയിൻ ചെയ്യണ എയർ എന്ന് പറയുന്നത്. ഓക്കെ, so here amount of air before first pump A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇനീഷ്യലി ആ സിലിണ്ടറിൽ പ്രസന്റ് ചെയ്യുന്ന എയർ തന്നെയാണ് അല്ലെ. സോ A1 ഈക്വൽ ടു എക്സ് ആണ്. A1 ഈക്വൽ ടു എക്സ് ആണ്. ഓക്കെ, ഇനി ഫസ്റ്റ് പമ്പിന് ശേഷം എത്ര എയർ ഉണ്ടാവും? സോ വി ക്യാൻ റൈറ്റ് എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ ഫസ്റ്റ് പമ്പ് എത്രയായിരിക്കും? A2 എന്നുള്ളത് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അതായത് എക്സിന്ന് 1/4 റിമൂവ് ചെയ്യാണ്. എക്സ് മൈനസ് 1/4 ഓഫ് എക്സ് ആണ് നമ്മൾ ഈ ഒരു പമ്പ് വഴി കളയുന്നത്. സോ എത്ര എയർ ബാക്കി ഉണ്ടാവും? ഇറ്റ് വിൽ ബി 3/4 എക്സ് അല്ലെ. 1/4 പോർഷൻ പോയി കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? 3/4 ഉണ്ടാവും. അതല്ലെങ്കിൽ LCM വെച്ചിട്ട് കണ്ടാൽ മതി. വി വിൽ ഗെറ്റ് 3/4 എക്സ്. അപ്പൊ എപ്പോഴും ഓരോ പമ്പിങ് കഴിയുന്ന സമയത്തും എത്രയായിരുന്നോ ആ സിലിണ്ടറിൽ ഉണ്ടായിരുന്ന എയർ അതിന്റെ 3/4 പോർഷൻ ആയിരിക്കും റിമൈനിങ് എയർ. ഓക്കെ, സോ സെക്കൻഡ് പമ്പിന് ശേഷം എത്രയായിരിക്കും? എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ സെക്കൻഡ് പമ്പ് എന്ന് പറയുന്നത് എത്രയാണ്? A3 എന്തായിരിക്കും? 3/4 പോർഷൻ ഓഫ് the remaining portion ആണ് അല്ലെ. സോ 3/4 ഓഫ് ദി എയർ പ്രസന്റ് ബിഫോർ അത് എത്രയാണ്? 3/4 എക്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന എയർ. അതാണ് 3/4 into 3/4 എക്സ്. അപ്പൊ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 9/16 എക്സ് എന്നാണ് വരിക. ഇത് തന്നെ നമുക്ക് വേറെ തരത്തിലും ചെയ്യാം. എന്താണ്? 3/4 എക്സ്, അതായത് ഇത് തന്നെ നമ്മൾ വേറൊരു തരത്തിൽ എഴുതി കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വലന്റ് ടു 3/4 എക്സ് ആണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് എയർ. ആ പോർഷനിൽ നിന്ന് 1/4 ഓഫ് 3/4 എക്സ്. ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 9/16 എക്സ്. ഓക്കെ, സോ രണ്ട് തരത്തിലും ചെയ്യാം. ഇനി അപ്പൊ നമുക്ക് A3 കിട്ടി. ഇനി എമൗണ്ട് ഓഫ് എയർ ആഫ്റ്റർ തേർഡ് പമ്പ്. തേർഡ് പമ്പിന് ശേഷം എത്രയായിരിക്കും എമൗണ്ട് ഓഫ് എയർ എന്ന് പറയുന്നത്? അഗൈൻ ഇറ്റ് വിൽ ബി 3/4 ഓഫ് ദി എയർ പ്രസന്റ് ഇൻ ദി സിലിണ്ടർ. എയർ പ്രസന്റ് ഇൻ ദി സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് പമ്പിന് ശേഷം അവിടെ പ്രസന്റ് ആയിട്ടുള്ള എയർ. ദാറ്റ് ഈസ് 9/16 എക്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു 3 into 9 27 by 4 into 16 that is 64 x. ഓക്കെ, അപ്പൊ നമുക്ക് A1 A2 A3 A4 കിട്ടി. ഓക്കെ, ഇനി ഈ 4 ടേം ഇത് AP ആണോ എന്ന് നമുക്ക് നോക്കണം. ഒരു നമുക്കൊന്ന് ഈ വാല്യൂസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ഓരോ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3/4
കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് A1 into 3/4 ആണ് നമ്മളുടെ A2 ആൻഡ് A2 into 3/4 ആണ് A3. A3 into 3/4 ആണ് നമ്മളുടെ A4. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അഡീഷൻ എല്ലാം വന്നിരിക്കുന്നത് 3/4 എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ആണ് വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് AP അല്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഇത് AP അല്ല. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യണം. അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറൻസ് കാണാം. കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസ് കാണാം. ഓക്കെ, സോ കോൺസിക്യൂട്ടീവ് ടേംസ് എടുത്തു കഴിഞ്ഞാൽ we can write A2 minus A1. എന്താണ് A2 minus A1? A2 is 3/4x minus A1 is x. അപ്പൊ 3/4x മൈനസ് x ചെയ്ത എത്രയാണ്? LCM എടുക്കാം, 4 എടുക്കാം. സോ 3 minus 4 into x ആണ് അല്ലെ. 3 ഇവിടെ LCM എടുക്കുമ്പോൾ 4 ആവും. അപ്പൊ 3x minus 4x അങ്ങനെയും എഴുതാം. 3 minus 4x എന്ന് പറഞ്ഞാൽ it is minus 1/4 into x ആണ്. ഇനി A3 minus A2, second set of consecutive numbers എടുക്കാം. A3 minus A2. What is A3? It is 9/16x minus 3/4x. Okay, so here LCM എന്താണ്? 16 ആണ് വരിക. ഓക്കെ, 16 ആണ് LCM. സോ ഫസ്റ്റ് ടേം ഇറ്റ് ഈസ് 9. then second ടേം എന്തായിരിക്കും? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. 4 into 3 is 12. so 9 minus 12x ആണ്. so what is the difference? it is minus 3x by 16. ഓക്കെ, ഇപ്പൊ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. ഈ ഡിഫറൻസസ് ഈക്വൽ ആണോ? ഈക്വൽ അല്ല അല്ലെ. സോ ഇത് AP അല്ല. സോ നമുക്ക് എഴുതാം, since A2 minus A1 is not equal to A3 minus A2, the list of numbers, നമുക്ക് ഈ ലിസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. that is list of numbers എന്താണ്? x, 3/4x, 9/16x, പിന്നെന്താണ്? 27/64x is not an AP. Okay, this is not an arithmetic progression. Third question, the cost of digging a well after every meter of digging when it costs rupees 150 for the first meter and rises by rupees 50 for each subsequent meter. അപ്പൊ ഡിഗിങ് ആണ് പ്രോസസ് നടക്കുന്നത്. ഫസ്റ്റ് മീറ്റർ ഡിഗ് ചെയ്യാനായിട്ട് rupees 150 ആണ്. ആൻഡ് അതിനുശേഷമുള്ള ഓരോ മീറ്ററും ഡിഗ് ചെയ്യാൻ വരുന്നത് rupees 50 ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു ടാക്സി ഫെയർ ക്വസ്റ്റ്യൻ അല്ലെ. അതേ ക്വസ്റ്റ്യന്റെ ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാം, കോസ്റ്റ് ഓഫ് ഡിഗിങ് 1 meter. 1 meter ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപയായിരിക്കും? ലെറ്റ് ഇറ്റ് ബി A1 ട്ടോ. A1 equal to rupees 150. ഇനി കോസ്റ്റ് ഓഫ് ഡിഗിങ് 2 meters എന്തായിരിക്കും? അപ്പോ ഡിഗിങ് 2 meters will be, that is A2 equal to rupees 150 plus additional meter ഡിഗ് ചെയ്യാനായിട്ട് 50 rupees ആണ്. so it becomes rupees 200. now cost of digging 3 meters എന്തായിരിക്കും? digging 3 meters എന്തായിരിക്കും? that is A3 equal to 200 പിന്നെ additional ഒരു meter, that is 50 equal to rupees 250. so it goes on അല്ലേ. അടുത്ത digging 4 meters ഡിഗ് ചെയ്യാനായിട്ട് എത്രയായിരിക്കും? A4 equal to 250 plus 50, that is rupees 300 ആയിരിക്കും. സോ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദിസ് ഇസ് an AP അല്ലെ. സോ therefore the list 150, 200, 250, 300 etc. forms an AP.
because എന്തുകൊണ്ടാണ് each term is obtained by adding a fixed number 50 അല്ലേ because each term is obtained by adding a fixed number 50 to the preceding term. Okay. So, this question similar ആയിരുന്നു അപ്പോൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്തു വെക്കാം. Then fourth question, the amount of money in the account every year when rupees 10,000 is deposited at compound interest at 8% per annum. അപ്പോൾ ഇവിടെ എന്താണ് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് എന്തിന്റെ ലിസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് the amount of money in the account every year അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ സോ എന്താണ് ഈ ഇൻട്രസ്റ്റ് എന്ത് നേച്ചർ ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. സോ വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല amount equal to P into 1 plus R by 100 raised to N. എന്താണ് ഈ പിയും ആറും എന്നും എല്ലാം എന്താണ് സോ പി ഈസ് amount deposited and R is interest rate then N is number of years. So ഇവിടെ P എന്താണ് P equal to 10,000 ആണ്. And what is R? It is 8%. So R equal to 8 ആണ്. And N എന്ന് പറയുന്നത് നമുക്ക് ഓരോ വർഷം കാണാണ്. So initially N 1 ആയിരിക്കും then 2, 3 അങ്ങനെ ഓരോ ഇയറിലും വരുന്ന എമൗണ്ട് റിസൾട്ടിങ് എമൗണ്ട് ഇൻ ദ അക്കൗണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പി ഓക്കെ പി അവിടെ ഇരിക്കട്ടെ ദെൻ 1 പ്ലസ് ആർ എന്താണ് ഇവിടെ 8/100 ആണ് അല്ലെ. സോ ഈ ഒരു പോർഷൻ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. ദാറ്റ് ഈസ് 1 പ്ലസ് 8/100 എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് 1 പ്ലസ് 8/100 അല്ലെ. സോ LCM കാണുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 100 എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 100 പ്ലസ് 8 ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു 108/100 ആണ് വരുന്നത് അല്ലെ. സോ ദിസ് ഈസ് ഈക്വൽ ടു P ഇൻറ്റു 108/100 റൈസ് ടു N. ഓക്കെ ഇനി നമുക്ക് എമൗണ്ട് ഇൻ ദി അക്കൗണ്ട് ഇൻ ഈച്ച് ഇയർ നോക്കാം. സോ എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ എന്താണ് എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ആഫ്റ്റർ 1 ഇയർ P എന്താണ് 10,000 ആണ് ആൻഡ് 108/100 raised to N എന്താണ് 1 ഇയർ എന്ന് പറയുമ്പോൾ Nന്റെ വാല്യൂ 1 ആയിരിക്കും അല്ലെ. സോ ദിസ് ഈസ് എമൗണ്ട് ആഫ്റ്റർ 1 ഇയർ ആൻഡ് വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് A1. ഓക്കെ നൗ എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് എന്തായിരിക്കും എമൗണ്ട് ആഫ്റ്റർ 2 ഇയേഴ്സ് എന്തായിരിക്കും ദാറ്റ് ഈസ് A2 ഈക്വൽ ടു 10,000 into 108/100 raised to 2 ആയിരിക്കും അല്ലെ. ഇനി എമൗണ്ട് ആഫ്റ്റർ 3 ഇയേഴ്സ് എന്തായിരിക്കും ദാറ്റ് ഈസ് A3 ഈക്വൽ ടു 10,000 into 108/100 raised to 3 ആയിരിക്കും. Then amount after 4 years എന്തായിരിക്കും it is A4 equal to 10,000 into 108/100 raised to 4 ആയിരിക്കും. Now നമുക്ക് A1 A2 A3 A4 കിട്ടി. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത് ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണോ എന്നറിയാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിനെ A2 minus A1 A3 minus A2 അങ്ങനെ കാണണം അല്ലെ. നമുക്ക് ആ കോമൺ ഡിഫറൻസസ് നോക്കാം. Now A2 minus A1
എന്താണ് a2 മൈനസ് a1 നോക്കിയേ. ഇവിടെ ഈ രണ്ട് ടേംസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൽ കോമൺ ആയിട്ട് വന്നിട്ടുള്ള എന്താണ് 10,000 രണ്ട് ടേമിലുണ്ട്. അതുപോലെ 108/100 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് അത്രയും പുറത്തേക്ക് എടുക്കാം. സോ 10,000 into 108/100 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട് അല്ലെ. ഇനി a2ൽ ഇനി എന്ത് ബാക്കിയുണ്ട്? 108/100 എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. കാരണം അത് സ്ക്വയർ ആയിരുന്നു. സോ അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുത്തു, ബാക്കി ഒരെണ്ണം ഉണ്ട്. ദെൻ a1ൽ എന്തുണ്ട്? ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് 1 അല്ലെ. സോ ഇതാണ് a2 മൈനസ് a1. 10,000 into 108/100 into 108/100 മൈനസ് 1. നൗ a3 മൈനസ് a2 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കോമൺ ടേം? 10,000 ഉണ്ട്. പിന്നെ ഇവിടെ പവർ 2 ആണ്, ഇവിടെ 3 ആണ്. അപ്പൊ നമുക്ക് പവർ 2 ഉള്ള ടേമിനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും അല്ലെ. സോ ഇറ്റ് ഈസ് 10,000 into 108/100 whole square into again 108/100. അത് ക്യൂബ് ആയിരുന്നു. സോ 108/100 എന്ന് പറയുന്ന ഒരു ടേം ബാക്കിയുണ്ട്. അഗെയിൻ മൈനസ് 1. ഇപ്പൊ നോക്കിയേ a2 മൈനസ് a1, a3 മൈനസ് a2. അപ്പൊ നമുക്ക് ഡിഫറൻസസ് ആണ് കിട്ടിയത്. ഈ രണ്ട് ഡിഫറൻസും സെയിം ആണോ? സെയിം അല്ല. ബിക്കോസ് എന്താണ്? 108/100 എന്ന് പറയുന്ന ഒരു ടേം ഇവിടെ കൂടുതലാണ് അല്ലെ. അത് ഇൻഡു ചെയ്യുന്ന ഒരു വാല്യൂ ഇവിടെ കൂടുതലുണ്ട്. സോ സിൻസ് നമുക്ക് ഇത് രണ്ടും ഈക്വൽ അല്ല എന്ന് പറയാം. therefore it is not an AP അല്ലെ. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയുന്നുണ്ട് ഇത് അഡീഷൻ അല്ല ഇവിടെ വന്നിട്ടുള്ളത്. 108/100 എന്ന് പറയുന്ന ഒരു ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോയിരിക്കുകയാണ് ഒരേ ടേമിലും. അതാണ് കൂടിപ്പോയിരിക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് നോട്ട് an AP. സോ നമുക്ക് എഴുതാം സിൻസ് a2 minus a1 is not equal to a3 minus a2, the list of numbers, ഇത് ഇച്ചിരി വലിയ ടേംസ് ആയ കാരണം ലിസ്റ്റ് ചെയ്യുന്നില്ല. the list of numbers is not an AP. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. Now question 2 ആണ് നമ്മൾ കാണുന്നത്. That is, write first 4 terms of an AP when first term A and common difference D are given as follows. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം എയും തന്നിട്ടുണ്ട്, കോമൺ ഡിഫറൻസ് ഡിയും തന്നിട്ടുണ്ട്. അത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളുടെ അരിത്മെറ്റിക് പ്രോഗ്രഷൻ എഴുതണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് A equal to 10 and D equal to 10. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്താണ്? നമ്മളുടെ a1 ആണ്. എന്താണ് ഫോർമുല? ദാറ്റ് ഈസ് a1 ഈസ് ഫസ്റ്റ് ടേം, ദാറ്റ് ഈസ് A equal to 10. Now what is second term? a2. What is second term? It is A plus D ആണ്. So or we can write it is a1 plus D. രണ്ടും സെയിം ആണ്. So it is 10 plus 10 equal to 20. Now what is a3? നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാവുന്ന എന്താണ്? എങ്ങനെ വേണമെങ്കിലും എഴുതാം. നമുക്ക് a2 plus D എന്ന് എഴുതാം, അല്ലെങ്കിൽ we can write it as A plus 2D. ഏത് വേണമെങ്കിലും എഴുതാം. So a2 plus D is 20 a2 plus D 10. So it is 30. And a4, a3 plus D, that is 30 plus 10 equal to 40. അപ്പൊ എന്താണ് ഫസ്റ്റ് 4 ടേംസ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മളുടെ അടുത്ത് ഫസ്റ്റ് 4 ടേംസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ therefore ഫസ്റ്റ് 4 ടേംസ് of the AP are 10, 20, 30, 40. Okay. Now second question കാണാം. അതായത് question 2ത്തെ second sub question, that is A equal to -2, D equal to 0. So here first term A1 equal to given, it is A, that is -2. Now second term A2, that is A1 plus D, that is -2 plus 0. ഇവിടെ നോക്കിയാൽ D എന്ന് പറയുന്നത് 0 ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എല്ലാ ടേംസും എന്തായിരിക്കും?
-2 ആയിരിക്കും അങ്ങനെ ഒരു AP-യുടെ. കാരണം എന്താണ്, ആഡ് ചെയ്യുന്ന കോമൺ ഡിഫറൻസ് 0 ആണ്. നമ്മളിവിടെ എഴുതണം എന്നില്ല, പക്ഷെ സ്റ്റിൽ ആ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് എഴുതുന്നു മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു -2 and A3 equal to A2 plus D, that is again -2 plus 0 equal to -2, and A4 equal to A3 plus D, that is -2 plus 0 equal to -2. Therefore, first four terms are -2, -2, -2, -2. Okay, simple ആണല്ലേ? Now, third question, A equal to 4, D equal to -3. So here first term A1 equal to, ഇവിടെ ഒരു കാര്യം നോക്കുക, D എന്ന് പറയുന്നത് -3 ആണ്. So whenever D is negative, നമ്മളുടെ arithmetic progression എന്തായിരിക്കും? ഒരു decreasing, uniformly decreasing nature-ലാണ് വരിക. Okay, so A1 here it is A, that is 4. Now A2 is A plus D or A1 plus D, that is 4 plus of minus ആണ്. നമുക്ക് -3 എന്ന് ഡയറക്റ്റ് എഴുതാം. It is 1. A3 equal to A2 plus D, that is 1 minus 3, that is -2. A4 equal to A3 plus D equal to -2 -3, that is -5. അപ്പോൾ നമുക്ക് first four terms ആയി. Therefore, first four terms are terms of the AP are 4, 1, -2, -5. Okay. Now fourth question is A equal to -1, D equal to 1/2. So first term A1 equal to A equal to -1. Now second term A2 equal to A1 plus D, that is A1 is -1 plus D is 1/2. So -1, 1/2. What is that? It is -1/2. നമുക്ക് LCM എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. It becomes -2 plus 1. So it is -1/2. Now what is A3? It is equal to A2 plus D. That is -1/2 plus 1/2. What is minus plus? It is 0. Now A4 equal to A3 plus D. Then A3 is 0. So it is again, it is plus 1/2. So it is 1/2. So 4 terms I, therefore the 4 terms are -1, -1/2, 0, 1/2. Okay. Now fifth question, it is A equal to -1.25 and D equal to -0.25. So here first term A1 equal to A equal to -1.25 and A2 equal to A1 plus D, that is -1.25 plus of minus. So we can write it as -0.25. And then another, it is -1.50. And A3 equal to A2 plus D. So -1.50 minus 0.25. So minus no remember, we have to add. So -1.75. And A4 equal to A3 plus D, which is equal to -1.75 minus 0.25. Then minus ഇട്ടതിന് ശേഷം നമുക്ക് add ചെയ്യാം. So 0.75 plus 0.25 എത്രയാണ്? 1 ആണ് അല്ലേ? So it is -2.0, or we can write it as -2. Therefore, first 4 terms of the AP are -1.25,
minus 1.5, minus 1.75, and minus 2. Okay. So here exercise question 1 and 2 നമ്മൾ ഇവിടെ complete ചെയ്തിരിക്കുകയാണ്. നമുക്ക് part 1 വീഡിയോ ഇവിടെ stop ചെയ്യാം because time കുറച്ചായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടു നിങ്ങൾക്ക് arithmetic progression എന്താണെന്ന് മനസ്സിലായി. ഇഷ്ടപ്പെട്ടു എങ്കിൽ please share this video with your friends and like this video. And if you are new to this channel, please subscribe. Thank you very much for watching this video.